ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെസീറെക്സ് ഹാക്കിന് ശേഷം അവർ ഷെയർ ചെയ്യുന്നുള്ള ഓരോ ഇൻഫർമേഷൻസും നമ്മൾ പറ്റുന്ന രീതിയിൽ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അവർ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നതെന്നെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് 1 വീക്കായിട്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ക്വിക്ക് വീഡിയോ ആണ്. സോ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡൗട്ടാണ്, എന്താണ് ഞാൻ ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പം കുറേ കാര്യങ്ങൾക്ക് ഇപ്പോഴും നമുക്ക് ചോദ്യം കിട്ടിയിട്ടില്ല, ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല, ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ മെയിനായിട്ടുള്ള കൺസെൻസ് കുറേ ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ അക്കൗണ്ടിനകത്ത് ടോക്കണായി കിടക്കുന്നുണ്ട്, ഷിബായിന് കിടക്കുന്നുണ്ട്, BTC ആയി കിടക്കുന്നുണ്ട്, അതൊക്കെ ഹാക്കായോ, ഏതൊക്കെ എമൗണ്ടാണ് ഹാക്കായത്. സോ അവർ പുറപ്പെടുവിച്ചിട്ടുള്ള അഫിഡവിറ്റിനകത്ത് ഹാക്ക് ആവാതെ റിമൈനിങ് ആയിട്ടുള്ള ബാലൻസ് ഏതൊക്കെയാണെന്നുള്ളൊരു വീഡിയോ അത് പറയുന്നുണ്ട്. നമ്മുടെ മുൻപത്തെ വീഡിയോ കണ്ടാൽ മതി. അഫിഡവിറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഏതൊക്കെ ഫണ്ടാണ് ഹാക്ക് ആവാത്തെന്നുള്ളത് അതിനകത്ത് പറയുന്നത്. അതൊഴികെയുള്ള ഫണ്ടെല്ലാം ഹാക്കായി എന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം. സോ നിങ്ങളുടെ ഫണ്ട് ഹാക്കായിട്ടുണ്ടാവാം, മേ ബി പോർട്ട്ഫോളിയോ ജൂലൈ 18 പോലെ കാണിച്ചിട്ടുണ്ടാവാം. ഇനിവേ അപ്പം അതിലൊരു കൺസേൺ ഇല്ല. കാരണം ഏതൊക്കെയാണ് ഹാക്ക് ആയത്, നിങ്ങളുടെ ഹാക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത്, ഏതൊക്കെ ഹാക്ക് ആവാത്തെന്നുള്ളത് മനസ്സിലാക്കിയാൽ നമുക്ക് ഹാക്ക് ആയത് മനസ്സിലാക്കാൻ പറ്റും. ഹാക്ക് ആവാത്ത ടോക്കൺ ഏതൊക്കെയാണെന്നുള്ളത് അവർ ഓൾറെഡി ആ അഫിഡവിറ്റിനകത്ത് പാതിരണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പോർട്ട്ഫോളിയോയിലും ഷിബായിന് കിടക്കുന്നതിൽ വേറെ ഏതെങ്കിലും ടോക്കൺ നടക്കുന്നത്, എനിക്കിത് എപ്പോൾ വിൽക്കാൻ പറ്റും, എപ്പോൾ വാങ്ങാൻ പറ്റും, അതിന് ഇപ്പോഴും നമുക്കൊരു ആൻസർ കിട്ടിയിട്ടില്ല. അവർ പറഞ്ഞതനുസരിച്ച് 6 മാസമെങ്കിലും മിനിമം എടുത്തു കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്കതൊരു ആൻസർ കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. സോ നിങ്ങളുടെ ഏത് ടോക്കൺ ആയിട്ടാണെങ്കിലും വെസറെക്സിനകത്ത് കിടക്കുന്നത്, ഏതൊരു ക്രിപ്റ്റോ ആണോ നിങ്ങൾ കിടക്കുന്ന 1000 രൂപ, 2000 രൂപ, 3000 രൂപയുടെ വർത്ത് ഓഫ് ഏത് ക്രിപ്റ്റോ ആണെങ്കിലും അതെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇപ്പോൾ നമുക്കറിയില്ല. അതിനൊരു ക്ലാരിറ്റി ഇനിയും വരുത്തിയിട്ടില്ല. എന്നാൽ ഒരു ക്രിപ്റ്റോയും വാങ്ങാണ്ട് ജസ്റ്റ് INR ആയിട്ടാണ് നിങ്ങൾ കിടക്കുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ പോലെ കുറച്ച് ഫണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ഇതുവരെ വിഡ്രോ ചെയ്തിട്ടില്ല എന്നാൽ ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കുറച്ച് ശതമാനം ഫണ്ട് അതിനകത്ത് വിഡ്രോ ചെയ്യാൻ പറ്റും, INR ആണെങ്കിൽ മാത്രം. അപ്പോൾ ഏതെങ്കിലും ടോക്കൺ സെല്ല് ചെയ്തിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല, അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടോക്കൺ അതിനകത്ത് ഉണ്ടായിട്ട് അത് സെല്ല് ചെയ്തിട്ട് INR വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം അത് എനിക്ക് പറ്റില്ല, കാരണം അതിൻ്റെ ക്ലാരിറ്റി ഇല്ലാന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി ഞാൻ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുറേ ആൾക്കാർക്കുള്ള കൺസേൺ ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും ഇതൊക്കെ പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്കും വെസീറെക്സിൻ്റെ ഒരു പറയുന്ന കാര്യത്തിൽ സത്യാവസ്ഥ അവർ വെളിപ്പെടുത്തുന്നതിൽ കുറേ കാര്യങ്ങളിൽ കുറേ തെറ്റുകളും ഉടായ്പകളും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കും ഒരു ഡൗട്ടുണ്ട്, ഇവർ പറയുന്നത് സത്യമാണോ, എന്തൊക്കെയോ ഇവർ കളിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. ഒന്നാമത് മൾട്ടിസിഗ് വാലറ്റൊക്കെയാണ് ഹാക്ക് ആയിരിക്കുന്നത്, പല കാര്യങ്ങളുണ്ട്. അവർ പണ്ടത്തെ പോലെ തന്നെ ബ്ലെയിം ഗെയിംസൊക്കെയാണ് പറയണത്. ഇപ്പം റീസെൻറ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച കുറച്ച് ദിവസം മുമ്പ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊറട്ടോറിയം. നമുക്കറിയാം സിംഗപ്പൂരിൽ ഒരു മൊറട്ടോറിയത്തിന് അപ്ലൈ ചെയ്തിരുന്നു. ആ മൊറട്ടോറിയത്തിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ അടുത്തേക്കെല്ലാം നോട്ടിഫിക്കേഷൻ പോലെ അയച്ചിരുന്നു, ഐ സപ്പോർട്ട് മൊറട്ടോറിയം, നിങ്ങൾ മൊറട്ടോറിയത്തെ സപ്പോർട്ട് ചെയ്യണം, എന്നാലാണ് നമുക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇതിന് മുമ്പ് തന്നെ ടൗൺ ഭാഗത്ത് വന്നിരുന്നു, നിങ്ങൾ മൊറട്ടോറിയത്തിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് മൊറട്ടോറിയത്തെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് ഫണ്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാം, അല്ലാത്ത ആൾക്കാർക്ക് ബൈനാൻസുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ആ ഒരു പ്രശ്നത്തിനനുസരിച്ച് ലേറ്റ് ആവുള്ളൂ എന്നുള്ള രീതിയിലൊരു ന്യൂസ് വന്നത്. അതായത് നിങ്ങൾ മോഡറേറ്റർ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫണ്ട് എന്തെങ്കിലും സംഭവം സെറ്റാക്കി തരാം, അല്ലാത്ത പക്ഷം ആ പ്രശ്നമാണ്, ബൈനാൻസുമായിട്ടുള്ള സെറ്റിൽമെൻറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊരു മിസ്ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ അവർ, ഞാനിത് കറക്റ്റായിട്ട് പറയുന്നില്ല, ഇങ്ങനെയാണ് അവരിങ്ങനെയാണ് ഒരു സംഭവം ഷെയർ ചെയ്തത്. എന്നിട്ട് ഏറ്റവും കോമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊറട്ടോറിയം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഐ സപ്പോർട്ട് മൊറട്ടോറിയം, ഐ ഡോണ്ട് ഹാവ് എനി ഒപ്പീനിയൻ, ഐ എം നോട്ട് സപ്പോർട്ടിങ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇവരിതൊന്നും കൊടുക്കാണ്ട് ഐ സപ്പോർട്ട് എന്നുള്ള രീതിയിലുള്ള മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഐ സപ്പോർട്ട് എന്നുള്ളത് മാത്രമേ കൊടുക്കുള്ളൂ. ഇനി നമുക്ക് സിംഗപ്പൂരിൻ്റെ മൊറട്ടോറിയം സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന ഇവർ പറഞ്ഞതനുസരിച്ച് 50% ആൾക്കാർ വോട്ട് ചെയ്താലാണ് മൊറട്ടോറിയം അപ്രൂവ് ആവുള്ളൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിച്ചത് ഇവരൊരു 4 മില്യൺ യൂസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 മില്യൺ യൂസേഴ്സെങ്കിലും മൊറട്ടോറിയത്തിനെ സപ്പോർട്ട് ചെയ്യണം, എന്നാലാണ് ഈ മൊറട്ടോറിയം നിലവിലാവുള്ളൂ. ആ 2%, അതായത് 50% സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ ഫണ്ട് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 75% ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് 1000 രൂപ കടമുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച കാര്യമാണ് പറയുന്നത്, 1000 രൂപയുടെയാണ് നിങ്ങൾക്ക് ലയബിലിറ്റി എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, മോട്ടോറെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ 50% പേര് അത് സപ്പോർട്ട് ചെയ്തിട്ട് ഈ 1000ൻ്റെ 75% പേരെങ്കിലും ഈ സപ്പോർട്ട് ചെയ്ത 50% ഉണ്ടാവണം. കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പറയാം, 4 മില്യൺ യൂസേഴ്സ് വെസീറെക്സിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചനുസരിച്ച് 2 മില്യൺ യൂസേഴ്സ് മൊറട്ടോറിയത്തിന് അനുകൂലിക്കണം. ഈ അനുകൂലിച്ച 2 മില്യൺ, അതായത് അനുകൂലിച്ച 50%, ഈ 4 മില്യൻ്റെ 50% 2 മില്യൺ. ഈ അനുകൂലിച്ച 50% ആൾക്കാരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്, അവർക്ക് കൊടുക്കാനുള്ള പൈസ എന്ന് പറയുന്നത് മൊത്തം നഷ്ടപ്പെട്ട പൈസയുടെ 75% ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത്. അങ്ങനെ ഉണ്ടെങ്കിലാണ് മൊറട്ടോറിയം അപ്രൂവ് ആവുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു നമ്മളെല്ലാം. ഞാനൊരു വീഡിയോ ചെയ്തത് പല ആൾക്കാരുണ്ട്, ഹിന്ദിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്, അതൊക്കെ കണ്ടിട്ടും നമ്മൾ കുറച്ച് പേരുന്ന അഫിഡവിറ്റ് മറ്റുള്ള സംഭവം മെയിലും വായിച്ചിട്ടൊക്കെയാണ്.
സോ അവരൊക്കെ നമ്മളെല്ലാവരും കമ്മ്യൂണിറ്റി മൊത്തം വിചാരിച്ചിരുന്ന അങ്ങനത്തെ സംഭവങ്ങളാണ്. ക്രിപ്റ്റോ ഇന്ത്യക്ക് അതിനകത്ത് നിങ്ങൾക്ക് ഹിന്ദി അറിയുന്നത് തീർച്ചയായിട്ടും ക്രിപ്റ്റോ ഇന്ത്യ പറയാം. നമ്മളിപ്പം മൊത്തത്തിൽ സമ്മറൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. പുള്ളി ഓരോ ആഴ്ച ഓരോ ദിവസങ്ങളിൽ പോലും വീഡിയോ ഉണ്ട്. ഞാനിപ്പം എനിക്ക് ഫോളോവേഴ്സ് കിട്ടണമെന്നുള്ളതുകൊണ്ടല്ല പറയണേ, നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം, നമുക്ക് എന്തായാലും അപ്ഡേറ്റഡ് ആവണം എന്നുള്ളതാണ്. പുള്ളി ഡെയിലി ഒന്നരാടോ കൂടുമ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ് ഹിന്ദി അറിയുന്നുണ്ടെങ്കിൽ. അപ്പം പറഞ്ഞ ഇങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചത്. പിന്നെയാണ് മൊറട്ടോറിയത്തിൻ്റെ സംഭവം വേറെ ലെവലാണെന്ന് മനസ്സിലായത്. അതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിൽ 1000 പേര് എത്ര പേരും ഉണ്ടായിക്കോട്ടെ, ഇപ്പം 4 മില്യൺ ആൾക്കാരുണ്ടെങ്കിലും അതിൽ 100 പേരാണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഈ 100 പേരാണ് വോട്ട് ചെയ്തത്, സപ്പോർട്ട് ചെയ്തത്. 100 പേരാണ് ഈ മൊറട്ടോറിയത്തിന് വോട്ട് ചെയ്തിരുന്നു. ഈ വോട്ട് ചെയ്തതിൽ 50% ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും, 50% നോട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ 100 പേര് വോട്ട് ചെയ്തതിൽ 50% സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഈ 50 പേരുടെ ഈ സപ്പോർട്ട് ചെയ്ത 50 പേരുടെ ഫണ്ട് എന്ന് പറയുന്നത് ആ ഫണ്ടിൻ്റെ എത്ര ശതമാനം, അവർ എത്ര രൂപയ്ക്കാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ 70%. ഇപ്പം 100 പേര് സപ്പോർട്ട് ചെയ്തപ്പോൾ 100 രൂപ വർത്ത് ഓഫ് ടോക്കണാണ് സപ്പോർട്ട് ചെയ്തത് വിചാരിക്കുക. അതിൽ 100 പേരാണ് വോട്ട് ചെയ്തുള്ളൂ. 100 പേര് ഇപ്പം നമ്മൾ സിംപ്ലിഫൈ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നറിയില്ല. 100 പേര് സപ്പോർട്ട് ചെയ്യാൻ 100 പേരാണ് 4 മില്യൺ ഉണ്ടാകൊണ്ടിരുന്നോട്ടെ, പക്ഷേ അതിൽ 100 പേരാണ് ഇത് വോട്ട് ചെയ്തുള്ളൂ. ഈ 100 പേരിൻ്റെ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നത് 200 രൂപയാണെന്ന് വിചാരിക്കുക. 200 രൂപയാണ്. 4 മില്യനും അതൊക്കെ ഉണ്ടെങ്കിലും അത് ഇത്ര പേരെ വോട്ട് ചെയ്ത് 200 രൂപയാണ് അവരുടെ ലയബിലിറ്റി. ഈ 100 പേര് വോട്ട് ചെയ്തതിൽ 50% പേര് ഇതിന് സപ്പോർട്ട് ചെയ്തു. ആ 50% പേര് 200 രൂപയാണല്ലോ ഈ 100 പേരുടെ ലയബിലിറ്റി ഉള്ളത്. ഈ 50 പേരിൽ 75% ഫണ്ടും ഈ 200 രൂപയുടെ 75% ഫണ്ടും ഈ 50 പേർക്ക് ഉണ്ടെങ്കിൽ മൊറട്ടോറിയം അപ്രൂവ് ആവുന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പം ആദ്യം ഓപ്ഷൻ ഇല്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു ഓപ്ഷൻ ഇല്ല, ഫുൾ സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് മെല്ലെ മാറ്റി കമ്മ്യൂണിറ്റി ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി ഹിന്ദിക്കാരും എല്ലാവരും ഭയങ്കരമായിട്ട് അതിനെ എഗെയിൻസ്റ്റ് ആയി പറഞ്ഞപ്പം വീണ്ടും ഒരു ഓപ്ഷൻ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്ക് ഒപ്പീനിയൻ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ വന്നിരുന്നു. ആ ഒരു പോൾ 3-4 ദിവസം റൺ ചെയ്തു. അതിനുശേഷം അത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ന്യൂസ് പറഞ്ഞതനുസരിച്ച് ഈ വോട്ട് ചെയ്തതിൽ 75% മേലെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നും അതിൽ 80% ഫണ്ട് ഈ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ ആണെന്നുമാണ് മൊറട്ടോറിയം ഓൾമോസ്റ്റ് പാസ് ആവാനുള്ള രീതിയിലാണ് പറയുന്നത്. ഇവർ മുൻപ് പറഞ്ഞ് മൊറട്ടോറിയം സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് ഫണ്ട് കിട്ടുക എന്നുള്ളത്. അത് മറ്റേ ഫണ്ട് കിട്ടുന്നതിൽ ഫൈനാൻസുമായിട്ടുള്ള പ്രശ്നങ്ങൾ വേണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഫൈനാൻസിനെ ഇങ്ങനെ വലിച്ചിടുന്നുണ്ട്. അവർ പണ്ടും ഫൈനാൻസ് ചെയ്തിരുന്നു, ഹാക്കായപ്പോൾ ലിമിനലിനെ കുറിച്ചാണ് ചെയ്തത്. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ബൈനാൻസ് കഴിച്ചിട്ടപ്പം ബൈനാൻസ് ഇടപെട്ടിട്ട് പറഞ്ഞു ഞങ്ങളും സെറ്റായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സൺമൈയുടെയൊക്കെ സിംഗപ്പൂരിലെ കമ്പനിയാണ്. സോ ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല, ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസാണ്. ഞങ്ങൾ തമ്മിൽ ബൈനാൻസ് ഒരിക്കലും SRXനെ വാങ്ങിയിട്ടില്ല, വിറ്റിട്ടില്ല, ഞങ്ങൾ ഒരു ഇതും ഹോൾഡ് ചെയ്തിട്ടില്ല, ഓൺ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ബൈനാൻസ് ഡീറ്റെയിൽഡ് ആയിട്ടൊരു അനൗൺസ്മെൻറ്റ് എല്ലാവർക്കും സെൻഡ് ചെയ്തായിരുന്നു. സോ അത് കഴിഞ്ഞപ്പോൾ നിശ്ചൽ വീണ്ടും ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യരുത്. നിശ്ചൽ ഷെട്ടി ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുകയാണെന്നാണ് ബൈനാൻസ് പറയുന്നത്. ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല, യൂസേഴ്സിൻ്റെ ഫണ്ടുമായിട്ട് ഞങ്ങൾക്കും ഒരു ബന്ധമില്ല, എല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത്. ഈവൻ ലിമിനലായിട്ട് ഇവർ പോയപ്പോൾ ചെറിയ ക്യാഷ് ഡീൽസ് ഉണ്ടാവും. നമ്മൾ ബിസിനസ് തുടങ്ങുന്ന പറഞ്ഞവർക്ക് നമ്മൾ കടം കൊടുക്കുന്നു വാങ്ങുന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ബിസിനസ്സുമായിട്ടൊരു പാർട്ട്നേഴ്സ് ഇല്ല. പിന്നെ ഇവർക്ക് ലിമിനലിലേക്ക് മാറുക എന്നുള്ളത് ബൈനാൻസ് പോലും അറിഞ്ഞിട്ടില്ല. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ബൈനാൻസ് തന്നെ വെസിറെക്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ള ന്യൂസൊക്കെയാണ് നമുക്ക് ബൈനാൻസിൽ നിന്ന് കിട്ടാൻ കഴിഞ്ഞത്. അപ്പം വെസിറെക്സിൻ്റെ ഈ ബൈനാൻസ് ഇങ്ങനെ പറഞ്ഞതിനിടയിൽ വെസിറെക്സ് വീണ്ടും പറഞ്ഞു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബൈനാൻസ് ഇങ്ങനെ പ്രൊപ്പറേറ്റ് ശരിയായില്ലെന്ന്. എന്ത് കോൺഫിഡൻഷ്യൽ, ആൾക്കാരെ പറ്റിക്കുന്നതാണ് കോൺഫിഡൻഷ്യൽ. സംഭവം ഒട്ടും എടുപ്പല്ല. സോ ഇതൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടുള്ള തീരുമാനങ്ങൾ. അറ്റ് ദ മൊമെൻറ്റ് പറയുകയാണെങ്കിൽ മൊറട്ടോറിയം അപ്രൂവ് ആവാനുള്ള എല്ലാ സംഭവങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. സോ മൊറട്ടോറിയം എപ്പോൾ വേണമെങ്കിലും ചാലു ആവാനുള്ള അവസരങ്ങളുണ്ട്. കാരണം മൊറട്ടോറിയത്തിൻ്റെ മിനിമം റിക്വയർമെൻറ്റ് അവർ പാലിച്ചിട്ടുണ്ട്. എത്ര പേര് വോട്ട് ചെയ്തു, മൊത്തത്തിൽ മില്യണിൽ ഏകദേശം 0.02% എന്നാണ് വോട്ട് ചെയ്തേക്കുന്നത്. ബട്ട് ഹവർ 0.02%-ൻ്റെ 50% ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മതി അത് നിലവിലേക്ക് വരാനുള്ളത്. അതിൽ 75% ഫണ്ട് ഉണ്ടെങ്കിലും എല്ലാം ഓക്കെയാണ്. സോ ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റാണ് വെസിറെക്സിനെ കുറിച്ച് അറിയുന്നത്. മൊത്തത്തിൽ പ്രശ്നങ്ങൾ തന്നെയാണ്, എന്താവുമെന്ന് അറിയില്ല. മൊറട്ടോറിയം അപ്രൂവ് ആവട്ടെ, എന്നിട്ട് മറ്റുള്ളവർക്ക് ഫണ്ട് എല്ലാവർക്കും കിട്ടിയിട്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് വീക്ക്ലിയാണ് ഇങ്ങനെ വീഡിയോ ഇടാൻ പറ്റുന്നത്. അവിടെ കറണ്ട് പോയതുകൊണ്ട് ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ട്, അത് കാണുന്നുണ്ടാവും. ഇനിവേ ബാക്കിൽ ഇതുണ്ട്, ഇൻവേർട്ടറുണ്ട്, പക്ഷേ നമുക്ക് AC ഫാന് ഇൻവേർട്ടറിലല്ല, അതുകൊണ്ടാണ് പ്രശ്നം. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെയാണ് പറയണത്, മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ പറയണത്. ഹൗവർ ഫണ്ട് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് ആവശ്യമില്ലാണ്ട് വീണ്ടും ആവശ്യമില്ലാണ്ട് മറ്റുള്ളവരുടെ പേരിൽ കംപ്ലയിൻറ്റ് ഇടുന്നത്, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതൊക്കെ ഒരു പതിവാണ്. കമ്മ്യൂണിറ്റി മൊത്തം വെസിറെക്സ് ഹാക്കേഴ്സ് ആണ് എന്നുള്ള രീതിയിലേക്കാണ് പറയണത്. ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 മുതൽ ബിയർ മാർക്കറ്റ് നമ്മൾ കണ്ടതിന് ശേഷം ഒരുപാട് പേര് വെസിറെക്സിനകത്തൊക്കെ ഫണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ബുൾ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിട്ട്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഒരു ബുൾ മാർക്കറ്റ് ഉടൻ തന്നെ വരും എന്നുള്ള രീതിയിലാണ്. ആ ഒരു സമയത്ത് അതിനകത്ത് വിശ്വസിച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തവരുടെ കാര്യം സങ്കടം തന്നെയാണ്. നമ്മളിപ്പോഴും ഒരു വാലറ്റിനകത്ത് മാത്രം യൂസ് ചെയ്യുമ്പോൾ, ഒരു എക്സ്ചേഞ്ചിനകത്ത് മാത്രം യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്യാൻ നമ്മുടെ പോർട്ട്ഫോളിയോ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചിനകത്ത് കുറച്ച് എമൗണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഹോട്ട് വാലറ്റോ
അങ്ങനെ എന്തെങ്കിലും ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. സോ ഇങ്ങനെയൊക്കെയാണ് വെസിറെക്സിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ റീസെൻറ്റ് വന്ന അപ്ഡേറ്റ് മൊറട്ടോറിയം ഓൾമോസ്റ്റ് ചാലുവായിട്ടുണ്ട്. ചാലു ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് പറഞ്ഞ ക്വാളിറ്റി എലിജിബിലിറ്റി എല്ലാം വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഫണ്ടിൻ്റെ കാര്യം ഇപ്പോൾ ഉള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് നല്ലതിന് വേണ്ടി പ്രതീക്ഷിക്കാം, അല്ലാണ്ട് വേറൊന്നും പറയാനില്ല ഈ ഒരു അവസരത്തിൽ. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെയോ അവർ ഒളിപ്പിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് തന്നെയാണ്. നമുക്ക് നോക്കാം. മറ്റുള്ള ആ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയിട്ട് നമ്മളെ പോലുള്ളവരൊന്നും എത്ര സംസാരിച്ചാലും ആൾക്കാരിങ്ങോട്ട് നമ്മളൊന്നും മൈൻഡ് ചെയ്യില്ല. ഈ ഒരുപാട് ഫോളോവേഴ്സുള്ള ക്രിപ്റ്റോയിൽ ടോപ്പ് കോൾസൊക്കെ ഉണ്ടാവുമല്ലോ ഇന്ത്യയിലും മറ്റുള്ള രാജ്യത്തൊക്കെ ഉള്ളത്. സോ അവരൊക്കെ ഈ പ്രശ്നങ്ങൾ എടുത്തിടുമ്പോഴാണ് കുറച്ചും കൂടി ഇതുണ്ടാവുള്ളൂ. സോ കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. സോ നമുക്കും അത് യൂസ്ഫുള്ളാണ്. അപ്പം ഇതൊക്കെ തന്നെയാണ് അപ്ഡേറ്റിലായിട്ട് വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.